ഹലോ ഗായ്സ്, ഇന്ന് എന്താണെന്നല്ലേ, നമ്മുടെ ബാങ്കുകൾ തരുന്ന ഗോൾഡ് ലോണിൽ കുറച്ച് പോളിസി ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ. ആക്ച്വലി ഇത് ഭയങ്കര ചെറിയതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിൽ പല ആൾക്കാരും ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് പോകുന്ന ചില പോയിന്റും അത് കഴിഞ്ഞിട്ട് വരുന്ന കോൺസിക്വൻസസും ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്താണെന്നല്ലേ, നമ്മൾ നോർമലി ബാങ്കിൽ ലോൺ വെക്കാൻ വേണ്ടിയിട്ട് നോർമലി ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ 1 കിലോ ഗോൾഡ് ആണ് നമ്മൾ അവിടം വരെയാണ് നമ്മുടെ ലിമിറ്റ് ഉള്ളത്. 1 കിലോ ഗോൾഡ് വരെ വെക്കാം, ലോൺ എമൗണ്ട് കുഴപ്പമില്ല. അതേമാതിരി ഇപ്പം കോയിൻസ് ആണ്, ഇപ്പം നമ്മൾ ഈ പണിക്കൂലി GST അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പൈസ നമുക്ക് എക്സ്ട്രാ ആവുന്നത് കൊണ്ടിട്ട് നമ്മളിൽ മിക്ക ആൾക്കാരും ഗോൾഡ് കോയിൻസ് ആണ് വാങ്ങിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിൽ 50 ഗ്രാം മാത്രമേ നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി പ്ലഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര ഗോൾഡ് കോയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മൾക്ക് ആകെ 50 ഗ്രാംസേ വെക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ 22 ക്യാരറ്റ്സ് അല്ലെങ്കിൽ അതിന് മേലെ അതിൻ്റെ പ്യൂരിറ്റി കാണിക്കുകയും വേണം. അങ്ങനെയുള്ള ഗോൾഡ് കോയിൻസ് മാത്രമേ അവർ എടുക്കുകയും ചെയ്യുള്ളൂ. നമ്മൾ നോർമലി ഗോൾഡ് ലോൺ വെക്കുന്നത്, നോർമലി എല്ലാവരും ചെയ്യുന്നത് 1 വർഷത്തേനായിരിക്കും നമ്മൾ ഗോൾഡ് ലോൺ വെക്കുന്നത്, ഇല്ലേ? അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ആ തരുന്ന പീരീഡിനുള്ളിൽ ഇത് കറക്റ്റായിട്ട് അടച്ചെടുക്കുന്നത്. ബാക്കിയുള്ള ഭൂരിഭാഗം ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ആ മെച്യൂരിറ്റി ആവുന്ന ടൈമിൽ ബാങ്കിൽ നിന്ന് വിളിക്കുമല്ലോ നമ്മളെ, മെച്യൂരിറ്റി ആവും അടുത്ത ദിവസം വന്ന് അടയ്ക്കണം എന്ന് പറയുമ്പോഴത്തേനും അടയ്ക്കാം പയ്യെ, ഗോൾഡ് ലോൺ അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പതുക്കെ അവിടെ ചെന്നു അവരോട് പറയുകയാണ്. നോക്കുമ്പോഴത്തേനും നമ്മുടെ ഗോൾഡിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് ഒന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കും, കയ്യിൽ നിന്ന് അടയ്ക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഗോൾഡിൻ്റെ അകത്ത് തന്നെ അത് ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് എളുപ്പമാണ്, ഒന്നും അടയ്ക്കേണ്ട, ജസ്റ്റ് ഗോൾഡ് ലോൺ റിന്യൂ ചെയ്യുന്നു, എന്നിട്ട് അതിനാണ് ഇൻട്രസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മളപ്പോൾ കയ്യിൽ നിന്നൊന്നും അടയ്ക്കേണ്ട, ഗോൾഡ് ഇങ്ങനെ കൂടി റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മളത് അടച്ചിട്ട് തിരിച്ചു പോരുക ചെയ്യുന്നത്, ഇല്ലേ? ഇതിൻ്റെ അകത്താണ് ഏറ്റവും വലിയ പ്രോബ്ലം വരാൻ പോകുന്നത്. ഈ ഡ്യൂ ഡേറ്റ് ആണ് ഇപ്പോഴത്തെ പുതിയ പോളിസി പ്രകാരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നതും ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ ചാൻസ് ഉള്ളതും ഈ ഡ്യൂ ഡേറ്റിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മെയ് 1-ാം തീയതി കൊണ്ട് ഒരു ഗോൾഡ് ലോൺ വെക്കുന്നു. ഇപ്പം അത് വെക്കുന്നത് 1 വർഷത്തേനാണ് എങ്കിൽ ഇതിൻ്റെ നമ്മൾ അടുത്ത 1 വർഷം ആകുമ്പോഴത്തേനും ആയിരിക്കുമല്ലോ നമ്മളിത് ആ ഒരു മെച്യൂരിറ്റി വരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും മെയ് 1 ആണല്ലോ നമ്മൾ, പക്ഷേ ആക്ച്വലി മെയ് 1 അല്ല, ഏപ്രിൽ 30 അതിനു മുന്നെയോ നമ്മൾ ഈ ഗോൾഡ് ലോൺ പുതുക്കിയിരിക്കണം നിർബന്ധമായിട്ടും. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ മെയ് 1 വെച്ചിരിക്കുന്നതെന്ന് വെച്ച് മെയ് 1 അവിടെ ചെല്ലുവാണെന്നിരിക്കട്ടെ, എൻ്റെ ഗോൾഡ് ലോൺ പുതുക്കി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കും ഇനി പുതുക്കി തരാൻ പോകുന്നില്ല. അവരെന്താ പറയുന്നത് വെച്ചാൽ, നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് ഏപ്രിൽ 30-ാം തീയതി വരെയാണ്. മെയ് 1 നമ്മളത് ഗോൾഡ് ലോൺ പുതുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും എടുത്തിരിക്കുന്ന ലോൺ എമൗണ്ട് മുഴുവൻ, ലോൺ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് നമ്മൾ ആ ലോണിലേക്ക് തിരിച്ചടച്ച് ആ ലോൺ ക്ലോസ് ചെയ്തതിന് ശേഷം 24 മണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് പുതിയ ലോൺ കിട്ടുകയുള്ളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ ഡ്യൂ ഡേറ്റ് ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. ആ ഡ്യൂ ഡേറ്റിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും പോയി ഗോൾഡ് ലോൺ റിന്യൂ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ലോൺ എമൗണ്ട്, ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വെച്ചിരിക്കുന്നവരുടെ ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. പക്ഷെ 5, 10, 20, 30 ഒക്കെ വെച്ചിരിക്കുന്നവർ ഒരു ദിവസം വൈകി പോയി കഴിഞ്ഞാൽ ഈ 30 ലക്ഷം രൂപ നമ്മൾ റോൾ ചെയ്യാൻ ഉണ്ടാക്കി എടുക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് അത് പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം സാധാരണക്കാരാണെങ്കിലും ഈ ചെറിയ എമൗണ്ട് ചില ആൾക്കാർക്ക് താങ്ങത്തില്ലെങ്കിൽ ഇത് പണിയാ. കാരണം നമ്മൾ പെട്ടെന്ന് ഒരാളോട് ചെന്നിട്ട് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ തരണം, ഒരു ദിവസത്തിന് മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും കിട്ടത്തില്ലാത്ത സമയമാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പോയി ഒരു ദിവസത്തെ ആ ഒരു ഇതിനു വേണ്ടി ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിന്യൂ ചെയ്യാതിരിക്കരുത്. നിർബന്ധമായും റിന്യൂവൽ ഡേറ്റ് പറയുന്നതിൻ്റെ തലേ ദിവസം എങ്കിലും പോയി നമ്മൾ ഇത് പുതുക്കി വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് എത്രയാണോ ലോൺ എമൗണ്ടും ഇൻട്രസ്റ്റും വരുന്നത് അത് ഫുൾ ആ ലോണിലേക്ക് അടച്ച് ഒരു ദിവസം കഴിയാതെ നമുക്ക് റിന്യൂവൽ കിട്ടത്തില്ല, അല്ലെ പുതിയ ലോൺ കിട്ടത്തില്ല. റിന്യൂവൽ അല്ല, പുതിയ ലോൺ കിട്ടത്തില്ല. റിന്യൂവൽ എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഡേറ്റിന്റെ തലേ ദിവസം വരെ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഫ്രണ്ട്സായ കുറച്ച് ബാങ്കേഴ്സിൻ്റെ അടുക്കൽ വിളിച്ച് ഈ പുതിയ പോളിസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നിയൊരു കാര്യവും നമുക്ക് പ്രശ്നം പറ്റാൻ ചാൻസ് ഉള്ള ഒരു കാര്യവുമാണ് എനിക്ക് ഈ ഒരു ഡേറ്റിൻ്റെ കാര്യം നോക്കിയത്. ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം എന്തെങ്കിലും ചെറിയ ഡിഫറൻസ്, അല്ലെ പോളിസിയിൽ ഡീവിയേഷൻ അങ്ങനെ എന്തെങ്കിലും കിട്ടിയെങ്കിലേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം സെയിം തന്നെയാണെന്നുള്ള കാര്യമാണ്. ഇതിനകത്ത് ഈ മെച്യൂരിറ്റി ഡേറ്റിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ല. മെച്യൂരിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്,
എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് എന്ന്. പക്ഷെ നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുന്നത് എപ്പോഴും നല്ലതായത് കൊണ്ടിട്ട് എനിക്കറിയാവുന്ന, കാരണം ഞാൻ ഗോൾഡ് ലോൺ എടുക്കുന്ന ഒരാളായത് കൊണ്ടിട്ടാണ് എനിക്കറിയാവുന്ന ആർക്കെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഇത് പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമ്മൾ വളരെ സിമ്പിളാണെന്ന് വിചാരിച്ച് അത് അടയ്ക്കാതിരിക്കരുത്, അല്ലെങ്കിൽ ബാങ്കിൽ പോകാതിരിക്കരുത്, അത് അന്വേഷിക്കാതിരിക്കരുത്. നമ്മൾ ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ മെച്യൂരിറ്റി ഡേറ്റ്, കാരണം നമ്മൾക്ക് അവിടുന്ന് മെസ്സേജും കാര്യങ്ങളും ഒക്കെ ബാങ്കിൽ നിന്ന് വരും എന്നുണ്ടെങ്കിലും ഇൻ കേസ് നമ്മൾ വല്ല തിരക്കിലും പെട്ട് ഡേറ്റ് മറന്നു പോകുമോ എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതും വലിയ പ്രശ്നത്തിൽ വഴി വെക്കും. കാരണം ഇത്ര എമൗണ്ട് ഒന്നിച്ച് റേസ് ചെയ്യാൻ പറയുമ്പോഴത്തേന് നമ്മൾക്ക് ചിലപ്പം സാധിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ടിട്ട് ലോൺ എടുക്കുന്ന ടൈമിൽ തന്നെ മെച്യൂരിറ്റി ഡേറ്റ് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് ആ ഡേറ്റിന് മുന്നേ തന്നെ പോയി റിന്യൂ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഇത്രയും വലിയ ഫണ്ട് റേസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പൈസ മറിക്കാൻ നമുക്ക് ഉണ്ടായിരിക്കണോ അല്ലെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇല്ലാത്തവർക്ക് ഒരു പ്രശ്നം വരേണ്ടെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യും. അതെനിക്ക് 100% അറിയാൻ പറ്റും. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഗോൾഡ് ലോൺ വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.